കേരള പദ്ധതിയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു തീരുമാനം ഇപ്പോൾ ഈ ശബരിമല സീസൺ കൂടെ ഒന്ന് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഈ സാർ പറയുന്നത് രാത്രി പരിശോധനയ്ക്ക് വേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉണ്ടോ? ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് DC ഒരു ഓപ്പറേഷൻ നടത്തും. കാരണം അത് നമ്മളെല്ലാ സ്ഥലത്തും വിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ വിട്ടത്. പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയും കൂടി വെച്ചൊരു രാത്രി പരിശോധന TCയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലബിൾ, പകൽ ഓഫീസുണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള ഇപ്പം 4 വരി പാത അല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും. നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് MC റോഡിൽ യാത്ര ചെയ്യണം. രാത്രി പോയി കഴിഞ്ഞാൽ, രാത്രി എന്നില്ല പകലെന്നില്ല, എല്ലാവരെയും നടുവിലുള്ള, ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നടത്തിയതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും, റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷനും ഉണ്ടായിരുന്നു. ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് MC റോഡിൽ കൂടെ പോയാൽ തന്നെയും 2 വരിയേ ഉള്ളെങ്കിലും ആ എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക്. പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഈ വരയിൽ കൂടെ പോകണമെന്നാണ്. ഈ വര മുറിച്ച് കിടക്കരുതെന്നുള്ളതല്ല അവരത്. അത് എല്ലാവരും ഈ 2 ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. 2 ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ 2 ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരും. അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഇറക്കിയിരിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകണം. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക്ക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു. കാരണം വളരെ ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് ശബരിമല സീസണായി കഴിയുമ്പോൾ നമ്മൾ വളരെ സാധാരണ, ഞാൻ കൊട്ടാരക്കര, തിരുവനന്തപുരം, പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പറഞ്ഞു, ആ റോഡിലെല്ലാം വലതുവശത്തൂടെയാണ് വണ്ടികൾ വളവെടുക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും നമ്മുടെ വണ്ടികളും, കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരികയാണ്. ടേണിങ്ങിൽ ഓവർടേക്കിംഗ് ഉണ്ട്. ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ്, ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ച് കയറുകയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെൻറ്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട്, ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് ഫൈനാൻസിൽ ഇരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വാഹനമില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം ഒതുക്കി. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആളില്ലാത്ത പ്രശ്നമല്ല. ഇപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. 20ഓളം വണ്ടികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഒരു 10-25 വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 1 വർഷത്തോളമായി അനുവാദം കിട്ടിയിട്ട്, പക്ഷേ ഇതൊരു വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല.